ഇന്ന് ഹോണ്ടൻ്റെ ഒരു ഇ വിക്ക് 1200 ഞാൻ വന്നുള്ളത്. എപ്പോഴും ഈ ആംപ്ലിഫയറും സ്പീക്കറൊക്കെ ആയിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഹോണ്ടനെ നോക്കാം. ഈ ഹോണ്ടേ റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? ഇതാ ഇ വിക്ക് 1200 ഇതുവരെ പേര് ഇവിടെ ഉണ്ട്. ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. പീസ് ഉണ്ടെന്നുണ്ട്. ഓയിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കിക്കർ കവറിൻ്റെ ഉള്ളിലൊക്കെ ഓയിലാണ്. അപ്പോൾ അത് സംഭവിച്ച് വേറെ ഒന്നുമല്ല, ഓയിൽ ഇതിൽ കൂടുതലാണ്. ഹെഡിൽ കൂടി വരണുണ്ടോ? ഇനിയിപ്പോൾ പിസ്റ്റണും കൂടി ഊരിയിട്ട് പിസ്റ്റർ റിങ്ങൊക്കെ ഇതാക്കി ഇടേണ്ടി വരും. പിസ്റ്റർ റിങ് ഇവിടെ ഒക്കെ പഴയത് സ്റ്റോക്ക് ഉണ്ട് തോന്നുന്നില്ലെങ്കിൽ വീട്ടിൽ പോയി എടുക്കേണ്ടി വരും. അപ്പോൾ ഷോപ്പിലുള്ളത്. ഇപ്പോഴത്തെ സമയം എത്രയെന്നറിയോ? 12:16. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് വരാനുള്ളത് വേറൊന്നുമല്ല. ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ളത്, ഇതിനൊരു 600 ml ഓയിൽ മതി. 600ൻ്റെ ആവശ്യമില്ല, ഒരു 550 മതി ഇത് ഓടാൻ. കാരണം ഇത് കമ്പനി തന്നെ പറഞ്ഞത്, ഇതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 600 ml തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചിട്ടുണ്ടാവും എന്താണെന്നറിയോ? ഇവിടെ ഓയിൽ ഒഴിക്കണത് ഇത് കുറച്ച് കാലം നിർത്തിയിട്ടിട്ടേ, ആരെങ്കിലും സപ്പോസ് ചെക്ക് ചെയ്യണ സമയത്ത് ഓയിൽ കുറവാന്ന് തോന്നിയിട്ട് പിന്നെ ഇതിൽ ഓയിൽ ഒഴിക്കാനാണ് സാധ്യത. അങ്ങനെ വരാൻ അത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇതിന് മുന്നേ എനിക്ക് ഇങ്ങനത്തെ കംപ്ലൈൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കാലം, ഒരു 3 മാസം 4 മാസമൊക്കെ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഇതിലുള്ള ഓയിൽ കുറച്ചങ്ങോട്ട് ഡ്രൈ ആവും. അപ്പോൾ തിക്നെസ് കൂടും, കട്ടി കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ? നമ്മളിത് അഴിച്ചിട്ട് ഇവിടെ ചെക്ക് ചെയ്യണ സമയത്ത് ഓയിൽ കുറവായിട്ട് നമുക്ക് തോന്നും. അതിൽ ഓയിൽ കുറവാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ ഒഴിക്കും. അപ്പോൾ എന്താവും, ആ ഒഴിക്കണ ഓയിലും ഇത് റണ്ണിങ് വന്ന് ചൂടാകുമ്പോൾ ആ ഓയിൽ ഫ്ലോ കൂടുതൽ വരുന്ന സമയത്ത് ഹെഡിൽ കൂടി ഇത് പോയി ലീക്കാവും. ഇതെനിക്ക് തോന്നുന്നത് അങ്ങനെ സംഭവിച്ചാണെന്ന് തോന്നുന്നു. അല്ലാതെ അപ്പോൾ നോക്കിയാൽ ഹെഡിൽ കൂടി ഇങ്ങനെ ഓയിൽ വരുമോ? വരില്ല. ഫുൾ ഓയിലേ വരുന്നത് വാൾവിൻ്റെ ആയി കൂടിയൊക്കെ. വാൾവിൻ്റെ ആയി കൂടി വരാൻ ചാൻസ് ഇത് കൂടി വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. ഇതെന്തോ ഗുരുത്തത്തിന് ഓഫായില്ല. ഇത് എൻ്റെ അടുത്ത് നേരത്തെ കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഓടിക്കോട്ടെ എന്ന് പറഞ്ഞ്, പക്ഷെ എന്നാലും ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന്. അപ്പോൾ ഇത് ചൂടാറിട്ടല്ലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേറെ വർക്ക് കൂടി കഴിഞ്ഞപ്പോൾ ടൈം ഇത്രയായി. അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അതായത് ഇത് സംഭവിക്കാനുള്ളത് ഇതാണ്. ഇങ്ങനത്തെ എൻജിനൊക്കെ ഒന്ന് നിർത്തിയിടുമ്പോൾ പിന്നീട് അത് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഓടിച്ചതിന് ശേഷം എന്നിട്ട് ഒരു കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് ഓയിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓയിൽ എങ്ങനെയാണെന്നുള്ളത് അളവ് മനസ്സിലാവും. അതല്ലാതെ ഇതിലൊരിക്കലും ഓയിൽ മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ സംഭവങ്ങൾ സംഭവിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പെയറും ഇപ്പോൾ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ അടുത്ത ഞാൻ വല്ല ആമ്പിൻ്റെ ഒക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് വരാം. ശരി എന്നാൽ, ബൈ.